ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി മലയാളം ചാനലിലേക്ക് ഞാൻ സത്യനാരായണൻ, സ്വദേശി കാസർഗോഡാണ്. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇപ്പം അത് ഏറ്റവും കൂടുതൽ സഹായിക്കുക ഗൾഫ് പേഷ്യൻസിനെ ആയിരിക്കും. ഓക്കെ, എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നത് ഗൾഫിൽ നിന്നാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് വന്നിട്ട് കൺസൾട്ടേഷൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ സർജറിക്ക് മാത്രം വേണ്ടി വരുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാർ അങ്ങനെയാണ്. കാരണം ചിലപ്പോൾ ഒരു 30 ദിവസം ലീവോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 45 ദിവസം ലീവോ അങ്ങനെയാണ് വരുന്നത്. ആ സമയത്ത് അവർക്ക് കൺസൾട്ടേഷൻ ചെയ്തു, പിന്നീട് ബാക്കിയുള്ള പ്രോസസ്സെല്ലാം ചെയ്തിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സമയം ഒരിക്കലും കാണില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് എങ്ങനെയാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് കാണിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഏത് ക്ലിനിക്കാണ് നിങ്ങൾ സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ക്ലിനിക്കായി നിങ്ങൾ ബന്ധപ്പെടുക. ക്ലിനിക്കിൽ ബന്ധപ്പെട്ട ശേഷം നിങ്ങൾ ഈ രീതിയിൽ ഫോട്ടോ അയച്ചു കൊടുക്കണം. അതായത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഫ്രണ്ട് ഏരിയ, നമ്മളുടെ ഫേസ് കാണുന്ന, കാരണം പല ആൾക്കാരുടെ ഫേസൊക്കെ മാസ്ക് ഇത് ബ്ലർ ചെയ്ത് ഇത് മാത്രം കാണിക്കണം. അങ്ങനെ അയച്ചു കൊടുക്കരുത്. കാരണം അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെറ്റിയുടെ സൈസും അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല, എത്രത്തോളം കഷണ്ടിന്ന് അറിയാൻ പറ്റില്ല. നിങ്ങൾ മുടി കറക്റ്റായിട്ട് ചീകിയിട്ട്, അതായത് കഷണ്ടി കാണുന്ന രൂപത്തിലായിരിക്കണം ഫ്രണ്ട് വ്യൂ എടുക്കേണ്ടത്. ഫ്രണ്ട് ഇങ്ങനെ എടുക്കണം. ഓക്കെ, നെക്സ്റ്റ് എടുക്കേണ്ടത് നമ്മളുടെ സൈഡ്സ് പ്രൊഫൈലാണ്. അതായത് ഈ ചെവിയുടെ സൈഡ്സാണ്. കാണിച്ചോളൂ, ഞാൻ ഫോട്ടോയിൽ കാണിക്കാം. ഇങ്ങനെ എടുക്കണം, രണ്ട് സൈഡിൻ്റെ ഫോട്ടോ എടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ടോപ്പിലത്തെ വ്യൂ, അതായത് തല കുനിഞ്ഞിട്ട് ഫ്രണ്ടിലത്തെ ഒരു ടോപ്പ് വ്യൂ, അതേപോലെ ബാക്ക് സൈഡ് ക്രൗൺ ഏരുന്ന ഒരു ടോപ്പ് വ്യൂ. ഓക്കെ, അത് കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡോണർ ഏരിയ, അതായത് ബാക്ക് സൈഡ്, തലയുടെ ബാക്ക് സൈഡ് ഡോണർ ക്ലിയർ ആയ ഫോട്ടോ എടുക്കണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഒരു കാരണവശാൽ സെൽഫി എടുക്കരുത്. പല ആൾക്കാർ സെൽഫി എടുത്ത് അയച്ചു തരും. ഒരിക്കലും ഇത് അറിയാൻ പറ്റില്ല എത്രത്തോളം ഡോണർ ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ പല ആൾക്കാർ എടുക്കുന്നത് ഇരുട്ടത്താണ്. വീടിൻ്റെ അകത്ത്, റൂമിൻ്റെ അകത്ത് നല്ല ഇരുട്ടത്താണ് ഫോട്ടോ എടുക്കുന്നത്. ഇരുട്ടത്ത് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഡെൻസിറ്റി ആയിട്ട് തോന്നും. പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോൾ ഡെൻസിറ്റി ഉണ്ടാവില്ല. അപ്പം നിങ്ങളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ബുക്ക് ചെയ്തു, നാട്ടിലേക്ക് വന്നു, ഇവിടെ സർജറി ചെയ്യാൻ വേണ്ടി എല്ലാം ഓക്കെ ആയി, ക്ലിനിക്കിൽ പോകുമ്പോൾ അറിയുന്ന ഡോണർ ഏരിയ വീക്കാണ്. എന്ത് ചെയ്യാൻ പറ്റും? അതായത് ചില ആൾക്കാർ സർജറിക്ക് വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഡോണർ ഏരിയ അല്ലെങ്കിൽ ബാക്കി ഫോട്ടോ അയക്കുമ്പോൾ പുറത്തുനിന്ന് നല്ല ഡേ ലൈറ്റിൽ ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 99% വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ആവും. ചിലപ്പോൾ 1% വേരിയേഷൻ വരുന്നേക്കാം. കാരണം എല്ലാവരും മനുഷ്യന്മാർ, ദൈവങ്ങളല്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഫോട്ടോ കാണുമ്പോൾ ചിലപ്പോൾ ഡോണർ ഉള്ളതായിട്ട് തോന്നും. നാട്ടിൽ വന്ന ശേഷം ട്രിം ചെയ്ത പടായിരിക്കും ഡോണർ വീക്കാ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻ വരും. അത് റയർലി കേസാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് മെഡിസിൻ യൂസ് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കേണ്ടത്. എനിക്ക് പല ആൾക്കാരും ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. ഓക്കെ, ചില ആൾക്കാർ എന്തൊക്കെയോ ഫോട്ടോ അയച്ചു, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ അയച്ചു തരാം. തീർച്ചയായിട്ടും എൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരു 6 വർഷമായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ 5 വർഷം ആവാൻ പോവുകയാണ്. ഒക്ടോബർ 2024 ആകുമ്പോൾ 5 വർഷം കംപ്ലീറ്റ് ആവും. എൻ്റെ ബിഫോർ ഫോട്ടോസ് കാണിക്കാം. ഇങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഫുൾ കഷണ്ടി ആയിരുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളെപ്പോലെ തന്നെ പല ക്ലിനിക്കുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു 30 വരെ ക്ലിനിക്കുകൾ ഓൾ ഓവർ ഇന്ത്യ ബന്ധപ്പെട്ട ഒരാളാണ്. കാരണം ഇത് ചെയ്യണം. കാരണം ഡോണർ വീക്കാണ്. ഡോണർ വീക്കാവുമ്പോൾ പല ക്ലിനിക്കുകൾ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഇത് എന്താ പറയുക, കാണുമ്പോൾ തന്നെ പറയും നിങ്ങൾക്ക് ലൈഫിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. കുറേ കോസ്റ്റ് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു എഫേർട്ട് ചെയ്യാൻ പറ്റുന്ന, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കാണ് ഞാൻ സെർച്ച് ചെയ്തത്. അങ്ങനെ ഞാൻ ആദ്യം സർജറി ചെയ്തത് പൂനെയിലാണ്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വന്നോ, ഞാൻ സർജറി ചെയ്തുതരാം. കാരണം ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ സർജറി ചെയ്തത്. പിന്നീടാണ് ആ ക്ലിനിക്ക് കൊച്ചിയിൽ വന്നത്. ഇപ്പോൾ അതേ ക്ലിനിക്ക് തിരുവനന്തപുരത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സിറ്റിംഗാണ് ഞാൻ കൊച്ചിയിൽ ചെയ്തത്. അപ്പം ഏകദേശം ഒരു 4.5 വർഷം കഴിഞ്ഞപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഒക്ടോബർ ആകുമ്പോൾ 5 വർഷം കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ അയച്ചാൽ ഞാൻ വാട്സാപ്പ് നമ്പറിൽ കൊടുക്കാം. ഫോട്ടോ അയക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഫോട്ടോ അയക്കണം. ഓക്കെ, അതേപോലെ തന്നെ എത്ര ഗ്രാഫ്റ്റ് വേണം, ഒരു എത്ര കോസ്റ്റ് ആകും, ഒരു റഫ് ഐഡിയ വേണമെന്നും തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ എന്നുള്ളത് വളരെ സിമ്പിൾ വീഡിയോ ആയിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ടിപ്സ് പറയാനുള്ളത്, ഇപ്പം പല സർജറീസും ഇവിടെ നാട്ടിൽ വന്ന് ട്രിം ചെയ്ത സമയത്ത് ഡീപ്പ് ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് ക്യാൻസൽ ആവാറുണ്ട്. പക്ഷേ ചില ക്ലിനിക്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും സർജറി ചെയ്യാറുണ്ട്. ഒരു കാരണവശാലും ഒരിക്കലും ചെയ്യരുത്. ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഗ്രാഫ്റ്റിന് ഒരുപാട് കേടാണ്, റിസൾട്ട് വരില്ല, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സർജറി ചെയ്യരുത്. ഫംഗൽ ഇൻഫെക്ഷന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം സർജറി ചെയ്യാവും. അപ്പോൾ നമ്മൾ സർജറിക്ക് വരുന്നതിനേക്കാളും മുമ്പ് തന്നെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഡോക്ടേഴ്സ് കൂടുതൽ കൊടുക്കാറ് കീറ്റോകോൺസോൾ 2% ആണ്. നിങ്ങൾ എവിടെ ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ വാങ്ങാൻ കിട്ടും. അത് എടുക്കുക, നല്ല പോലെ യൂസ് ചെയ്യുക. അത് നോർമൽ ഷാമ്പൂയിങ് പോലെയല്ല. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യേണ്ടത് എങ്ങനെ വെച്ചാൽ നല്ല പോലെ റബ്ബ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, നല്ല പോലെ റബ്ബ് ചെയ്യുക. 5 മിനിറ്റ് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഒന്നും ചെയ്യേണ്ട, പിന്നീട് വാഷ് ചെയ്യുക.
ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് കാണുക ഷാമ്പു എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഡാൻഡ്രഫ് നല്ല ഹെവി ആയിട്ടുള്ള ഫംഗലാണ് പ്രോബ്ലം. മൈൽഡ് ഡാൻഡ്രഫൊന്നും വലിയ പ്രോബ്ലം ഇല്ല, ഹെവി ആയ ഡാൻഡ്രഫാണ് പ്രോബ്ലം, ഫംഗലാണ് പ്രോബ്ലം. ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ അതുകൂടി വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം സർജറി ചെയ്യാൻ വേണ്ടി വരാൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹെയർ ട്രാൻസ് സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതേപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.